സൂംബ ഡാൻസിനെതിരെ വിവരക്കേട് പറഞ്ഞ കെടുതി അധ്യാപകൻ ടി.കെ. അഷ്റഫിന് ചില ദൃശ്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണവും സമർപ്പിക്കുകയാണ്. അല്പവസ്ത്രമിട്ട തുള്ളലാണത്രേ. മത അടിമകളെ കൊണ്ട് നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ്. ഒരു സൈഡിൽ ഭാരതാംബയുമായിട്ട് സംഘികൾ, അവരെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനും ആ വിവാദത്തെ തണുപ്പിക്കാൻ വേണ്ടി ഉടനടി വിസ്ഡം ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അടുത്തൊരു വിവാദവുമായിട്ട് വരികയാണ്. സ്കൂളുകളിൽ സൂംബ ഡാൻസ് പാടില്ലത്രേ. അതിന് കാരണമായിട്ട് വിവരം കെട്ട അധ്യാപകൻ പറഞ്ഞ ഒരു പ്രതികരണം കേട്ടു. അദ്ദേഹം യൂട്യൂബിൽ കണ്ടത്രേ. അതിന്റെ സൂംബ ഡാൻസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ സെർച്ച് കഴിഞ്ഞാൽ സൂംബ ഡാൻസിൽ ഇപ്പോ വേണ്ടത്ര, അതായത് അസഭ്യമുള്ള അശ്ലീലമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരരുത്, അത്രയല്ലേ ഉള്ളൂ. അല്ല, വസ്ത്രം ധരിക്കുന്നത് മാത്രമല്ല, അതില് ഈ കുട്ടികൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്കും ഒരു സംസ്കാരത്തിലേക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആൺകുട്ടികളും മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് ഇതുപോലെ അല്പവസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്ത് കേട്ടിട്ട് വേറെ ഏതോ വീഡിയോ ആണ് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തെന്ന് തോന്നുന്നു. സൂംബ അല്ല, അല്ലെങ്കിൽ സ്കൂളുകളിലെ സൂംബ അല്ല. കാര്യം കയ്യിലിരിപ്പും കുട്ടികളുടെ ആ വ്യായാമ മുറയ്ക്ക് നേരെയുള്ള നോട്ടവും വെച്ചിട്ട് ഇയാൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വീഡിയോ എന്തെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ലിങ്കിൽ കയറി സെർച്ച് ചെയ്തതിന് ശേഷം ഇതാണ് സൂംബ ഡാൻസ് എന്നങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ദൃശ്യം അങ്ങ് സമർപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂളിൽ രാവിലെ 3 മിനിറ്റ് സൂംബ ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒന്ന് കണ്ടേ. ഇതിന്റെ പേരാണ് സൂംബ ഡാൻസ്. അല്പവസ്ത്രമാണോ ആ കുട്ടികൾ ഇട്ടിരിക്കുന്നത്? എല്ലാവരും യൂണിഫോമിന്റെയോ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് അവർ എത്ര സന്തോഷപൂർവ്വമാണ് ആ ഡാൻസ് ചെയ്യുന്നത് നോക്കി. എന്തൊരു ആഹ്ലാദം, എന്തൊരു ആവേശം. ഇതൊന്നും പാടില്ല, ഇതൊന്നും കണ്ടു നിൽക്കാൻ അങ്ങോട്ട് പറ്റല്ല. ഉള്ളിലെ മത അടിമ കിടന്നങ്ങ് വ്രണപ്പെടുകയാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി മാനസിക സമ്മർദ്ദമായിട്ട് മതചിന്തകളിലൂടെ മാത്രം വളരണം. ഇതാണ് ഈ വിവരക്കേട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിവരക്കേട് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ വിവരക്കേട് യൂട്യൂബിൽ കയറി കണ്ട ആ ഇട്ട റൗണ്ട് ഇട്ട സൂംബ അല്ല ആ കുട്ടികൾ അവിടെ ചെയ്യുന്നത്. ആ കുട്ടികൾ ചെയ്യുന്ന ഡാൻസ് എന്താണെന്ന് മത അടിമ ഒരിക്കൽ കൂടി കണ്ണു തുറന്ന് കാണും. ലഹരിയുമായി ബന്ധപ്പെട്ട് കുട്ടികളിലെ മാനസിക സമ്മർദ്ദമാണ് അത്തരം കാര്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഈ വ്യായാമം നടപ്പാക്കുന്നത്. സ്വാഭാവികമായിട്ടും മത അടിമയുടെ നോട്ടത്തിൽ ചില ദുഷിപ്പുകൾ വരും. കാര്യം ഉള്ളിലെ ചിന്തകളിലെ ദുഷിപ്പാണ് കാഴ്ചയിലും നോട്ടത്തിലും പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് പെൺകുട്ടികളുടെയൊക്കെ ഡാൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നൃത്തവും ചുവടുവയ്പ്പും ആ വ്യായാമവും കാണുമ്പോൾ വല്ലാത്ത പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ വേണ്ടത് അഷ്റഫിനാണ്. എന്തായാലും സൂംബയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം കൂടി നാട്ടുകാർ കേൾക്കേണ്ടതുണ്ട്. ആകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിന്റെ ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും. ഇനി എത്ര അഷ്റഫുമാർ ഇവിടെ തട്ടിട്ട് തുള്ളിയാലും ഇതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കും. പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ വളരെ സന്തോഷപൂർവ്വം മാനസിക ഉല്ലാസത്തോടു കൂടി തന്നെയാണ് വളർന്നു വരേണ്ടത്. അല്ലാതെ അഷ്റഫിനെ പോലെയുള്ള കെടുതികളോ അല്ലെങ്കിൽ ഇരുണ്ട കാഴ്ചപ്പാടുള്ളവരോ അല്ല ഈ സമൂഹത്തിൽ നാളത്തെ തലമുറകളാകേണ്ടത്. അവരുടെ ആരോഗ്യ പരിപാലനവും അവരുടെ മാനസിക ഉല്ലാസവും എല്ലാം അത്യന്താപേക്ഷിതമാണ്. അത് ഒരു മതത്തിൻ്റെ പേരിൽ കയറിയിരുന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മതം കൂടി ആക്രമിക്കപ്പെടുന്നെങ്കിലും എനിക്ക് പ്രശ്നമല്ല. അതൊക്കെ ആക്രമിക്കപ്പെടട്ടെ. സംഘികൾക്കിപ്പോൾ ഭാരതാംബ വിഷയം മാറ്റാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടണ്ടേ? അതിനുവേണ്ടി വിദഗ്ധമായിട്ട് ഒരു സൂംബ വിഷയവുമായിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ നാട്ടുകാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. പുരോഗമന വിദ്യാർത്ഥി സംഘടനകളെല്ലാം ആ ഒരു നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സൂംബ എന്നുള്ള വ്യായാമ മുറ അത് കുട്ടികൾക്ക് രാവിലെ സ്കൂളുകൾ നൽകേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അവർക്ക് ശാരീരികമായും മാനസികമായിട്ടും പഠനത്തിന് തൊട്ടു മുന്നോടിയായിട്ട് ഒരു ഉണർവുണ്ടാക്കുന്നത് ആരോഗ്യത്തിന് കൂടി നല്ലതാണ്. മിസ്റ്റർ വിവരം കെട്ട ടി.കെ. അഷ്റഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ.